വയനാട് ചൂരൽമലയിലാണ് ഫൈസൽ നെടുമ്പാല ഉള്ളത്. ഫൈസൽ, ചൂരൽമലക്കാർ എന്ത് വിധിയെഴുതുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ മനസ്സിൽ എന്ത് എന്നുള്ളത് നമുക്ക് മറ്റന്നാൾ അറിയാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഫൈസൽ നിൽക്കുന്നത് ഏത് ബൂത്തിലാണ്? അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? പോളിംഗ് സാമഗ്രികളൊക്കെ മുഴുവൻ അവിടെ എത്തിച്ചു, എല്ലാം മോക്ക് പോളിംഗ് ഒക്കെ പൂർണ്ണമായി എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? ജിന സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തലായിരിക്കും ചുരൽമലക്കാരുടെ പോളിംഗ് അല്ലെങ്കിൽ ചുരൽമലക്കാരുടെ ഈ ചുരൽമല വാർഡിന്റെ വിധി വരുന്നതോടുകൂടി മനസ്സിലാക്കാൻ കഴിയുക. കഴിഞ്ഞ തവണകളൊക്കെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചുരൽമല ദുരന്തത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ള ഒരു കാര്യം വലിയ ഒരു ചോദ്യചിഹ്നമാണ്. ആ ചോദ്യത്തിനായിരിക്കും ചുരൽമലക്കാർ ഇന്ന് വിധി എഴുതുക. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലെ മദ്രസയിലാണ്. 2 ബൂത്തുകളാണ് ചൂരൽമലയിൽ ഒരുക്കിയിട്ടുള്ളത്. ബൂത്ത് നമ്പർ 1 ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ 1039 വോട്ടർമാരാണുള്ളത്. തൊട്ടപ്പുറത്ത് ചൂരൽമല ചർച്ചിൽ 1216 വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തും. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലാണ് ഇപ്പോൾ ദുരന്ത ബാധിതരൊക്കെ തന്നെ ഉള്ളത്. അവർക്കൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സംവിധാനവും വാഹന സൗകര്യം ഉൾപ്പെടെ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. 11 മണിയോടുകൂടിയായിരിക്കും കൽപ്പറ്റയിൽ നിന്നുള്ള ആദ്യ KSRTC സർവീസ് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. മറ്റ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ, അതായത് തമിഴ്നാട്ടിൽ പോലും ആളുകൾ കഴിയുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ ഇങ്ങോട്ടേക്കുള്ള സൗകര്യം ഏർപ്പെടുത്തുമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 23 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. 828 പോളിംഗ് ബൂത്തുകളാണ് ആകെ ഒരുക്കിയിരിക്കുന്നത്. 1035 വനിതാ സ്ഥാനാർത്ഥികളും 933 പുരുഷ സ്ഥാനാർത്ഥികളുമുണ്ട്. ഗ്രാമപഞ്ചായത്തുകളിൽ 724, നഗരസഭകളിൽ 104 പോളിംഗ് ബൂത്തുകളുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. ജില്ലയിലെ ആകെ കണക്കെടുത്താൽ 6,17,378 വോട്ടർമാരുണ്ട്. അതിൽ 3,13,049 പുരുഷ വോട്ടർമാരും 3,34,321 സ്ത്രീ വോട്ടർമാരുമുണ്ട്. 8 ട്രാൻസ്ജെൻഡർ, അതുപോലെ 20 പ്രവാസി വോട്ടർമാരാണ് അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പോളിംഗ് ആരംഭിക്കും. മോക്ക് പോളിംഗിന്റെ പ്രവർത്തികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ പാർട്ടികളുടെ ബൂത്ത് ഏജന്റുമാരൊക്കെ തന്നെ ബൂത്തിനകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം എന്നും വയനാട് UDF-നൊപ്പം നിൽക്കുന്ന ഒരു ജില്ലയാണ്. ഏത് കാലത്തും തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയയിലൂടെ UDF-ന് കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് വയനാട് ജില്ലയിലുണ്ട്. ഗ്രാമപഞ്ചായത്തുകളുടെ ഒരു കണക്കെടുത്താൽ 23 ഗ്രാമപഞ്ചായത്തുകളിൽ നിലവിൽ 16 ഗ്രാമപഞ്ചായത്തും UDF-നൊപ്പമാണ്. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 2 ബ്ലോക്ക് പഞ്ചായത്ത് UDF-നൊപ്പമാണ്. 3 നഗരസഭകളിൽ 2 നഗരസഭകളും UDF-നൊപ്പമാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ കണക്കെടുത്താൽ 16 ഡിവിഷനുകളായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അതിൽ 8 UDF, 8 LDF എന്നുള്ളതായിരുന്നു കണക്ക്. എന്നാൽ ഇത്തവണ പൂർണ്ണമായിക്കൊണ്ട് UDF-ന്റെ ആധിപത്യം പൊളിച്ചടക്കിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് അധികാരത്തിലെത്തുമെന്നുള്ള വിശ്വാസം LDF നേതാക്കൾ പങ്കുവെക്കുമ്പോൾ UDF-ന്റെ ഉറച്ച കോട്ട UDF നിലനിർത്തുമെന്നുള്ളതാണ് UDF നേതാക്കളൊക്കെ തന്നെ പറയുന്നത്. എന്തായാലും അല്പസമയത്തിനകം വോട്ടിംഗ് ഇവിടെ ആരംഭിക്കും. നേതാക്കളൊക്കെ തന്നെ ആത്മവിശ്വാസത്തിലാണ്. സ്ഥാനാർത്ഥികളൊക്കെ തന്നെ എല്ലാ വോട്ടർമാരെയും ബൂത്തിലെത്തിച്ചുകൊണ്ട് പരമാവധി വോട്ടുകൾ തങ്ങളുടെ മുന്നണിക്ക് വേണ്ടി എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് നടത്തുന്നത്. ജിന.